ഹായ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിന്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ലിമിറ്റ്സ് ഓഫ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ ഒപ്പം ഡെറിവേറ്റീവ് എന്ന ആശയവും നമ്മൾ പരിചയപ്പെടുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റെഡിയല്ലേ? തുടങ്ങാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ലിമിറ്റ്സ് ഓഫ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻസ്. അപ്പോൾ എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, എന്താണ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് ജസ്റ്റ് അറിഞ്ഞാൽ കൊള്ളാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, a function f from real number to positive real numbers defined by f of x equal to e raised to x is called an exponential function. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ച് എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇത് ട്രേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് ഇതാണ്. ഗ്രാഫ് മനസ്സിലുണ്ടായിരിക്കണം, കാരണം ഒൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിനേഷന് ചിലപ്പോൾ ചോദിക്കാം. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ ഉടൻ എഴുതണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. അപ്പോൾ ആ ഗ്രാഫിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, എന്താണ് ലോഗരിതമിക് ഫംഗ്ഷൻ? ദ ഇൻവേഴ്സ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈസ് കോൾഡ് ലോഗരിതമിക് ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഗരിതമിക് ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത്? എ ഫംഗ്ഷൻ എഫ് ഫ്രം തിരിച്ച് പോസിറ്റീവ് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഈസ് കോൾഡ് എ ലോഗരിതമിക് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് y ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് എന്താണ്? ഇ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ റൈസ് ടു y ഈക്വൽ ടു എക്സ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം, അല്ലെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് ഇ ആണെങ്കിൽ നമ്മൾ ഈ ലോഗരിതത്തെ പറയുന്ന പേരെന്താണ്? നാച്ചുറൽ ലോഗരിതം. ബേസ് 10 ആണെങ്കിൽ എന്ത് പറയും? കോമൺ ലോഗരിതം. അത് നമ്മുടെ വിഷയമേ അല്ല, പ്രശ്നം ഉണ്ടാക്കണ്ട. സോ y ഈക്വൽ ടു ലോഗ് എക്സ് ഈസ് കോൾഡ് ലോഗരിതമിക് ഫംഗ്ഷൻ. അതിന്റെ ഗ്രാഫ് അതിന്റെ നേരെ തലതിരിഞ്ഞ കേസ് ആയിരിക്കും, കാരണം ഇൻവേഴ്സ് അല്ലേ. സോ വിച്ച് ഈസ് ദ ഷേപ്പ് ഓഫ് ലോഗരിതമിക് ഫംഗ്ഷൻ. ജസ്റ്റ് നമ്മുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇതൊന്നുമല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ്? ലിമിറ്റ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 e റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. വെരി വെരി ഇമ്പോർട്ടന്റ് ലിമിറ്റ്. എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 e റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. ഇയുടെ പവർ എക്സ് വന്നാൽ താഴെ എക്സ് വന്നാൽ ആൻസർ 1. ഇവിടെ 2x വന്നാൽ താഴെ 2x വന്നാൽ ആൻസർ 1, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഫോർമുല. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ എന്ത് കിട്ടും? e റൈസ് ടു 0 എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 1 മൈനസ് 1 0 0 ബൈ 0 വരും, അല്ലെ? ഇത് നമുക്ക് എക്സ്പാൻഷൻ ഫോം, ഇതിന് e റൈസ് ടു എക്സിനെ എക്സ്പാൻഡ് ചെയ്തൊക്കെ ആൻസറിലേക്ക് എത്താം. അതിൽ പ്രാധാന്യമില്ല. ജസ്റ്റ് ഈ റിസൾട്ട് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. വൺ മോർ റിസൾട്ട്. ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അടുത്തത് അത്രയ്ക്ക് പ്രാധാന്യമില്ല എങ്കിലും അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് ലോഗ് 1 പ്ലസ് എക്സ് ടു ദ ബേസ് ഇ ഈസ് ഈക്വൽ ടു 1. എന്താണ് നെക്സ്റ്റ് ഫോർമുല? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. 1 പ്ലസ് 3x വന്നാൽ താഴെ എന്ത് വരണം? 3x വന്നാൽ ആൻസർ 1. അപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും ഓർമ്മിച്ചില്ലെങ്കിലും ഈ രണ്ട് റിസൾട്ട് ഓർമ്മിക്കുക. രണ്ടും ഓർമ്മിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഫസ്റ്റ് റിസൾട്ട് എങ്കിലും ഓർമ്മിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 e റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. സെക്കൻഡ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. First question, important question, higher secondary question. Find limit extending to 0 e raised to 4x minus 1 by x. നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. എക്സിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. സോ e raised to 0 എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 1 മൈനസ് 1 0 0 ബൈ 0 ഫോം. അപ്പോൾ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് എത്തുക. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 e റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. ഇത് എക്സ് ആണെങ്കിൽ താഴെ എന്താണ്? എക്സ് വന്നാൽ ആൻസർ 1. ഇവിടെ e റൈസ് ടു 4x, അപ്പൊ താഴെ എന്ത് വേണം? 4x വേണം. ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ന്യൂമറേറ്റർ അതുപോലെ എഴുതുന്നു ബൈ താഴെ എന്തുണ്ടായിരുന്നു? എക്സ്. എനിക്ക് എന്താണ് ആവശ്യം? ഈ 4x ആണ് ഡിനോമിനേറ്ററിൽ ആവശ്യം. ഒരു 4 കൊടുത്തു, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി 4 മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ലിമിറ്റിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ ഈ 4 ഞാൻ പുറത്തെടുത്തു. ബാക്കിയുള്ളത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 e റൈസ് ടു 4x മൈനസ് 1 ബൈ 4x. ഇതിന്റെ വാല്യൂ എന്താണ്? 1. 1 into 4 എന്ത് കിട്ടി? 4. വെരി സിമ്പിൾ, ശരിയല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 e റൈസ് ടു 2 പ്ലസ് എക്സ് മൈനസ് ഇ സ്ക്വയർ ബൈ എക്സ്. ഇതും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാം e റൈസ് ടു എ പ്ലസ് ബി എങ്ങനെ എഴുതാം? e റൈസ് ടു എ ഇൻറ്റു e റൈസ് ടു ബി എന്ന് എഴുതാം.
അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 e റൈസ് ടു 2 പ്ലസ് എക്സ്, അതിനെങ്ങനെ എഴുതാം? ഇ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് എന്തുണ്ട്? ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? എക്സിന് 0 കൊടുക്കുക ഡയറക്റ്റ് ആയിട്ട്. 0/0 ഫോം വന്നാലേ ഈ പണിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, അത് ഓർക്കുക. എക്സിന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ, ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്റർ 0. അതുകൊണ്ടാണ് ഞാൻ സിംപ്ലിഫിക്കേഷനിലേക്ക് പോയത്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെയും ഇ സ്ക്വയർ, ഈ ടേമിൽ ഇ സ്ക്വയർ, അത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇ സ്ക്വയർ എന്ന കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട്സൈഡ് എടുക്കാം, ലിമിറ്റിന്റെയും ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി എന്തുണ്ട്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്? എക്സ്. അഗൈൻ ഇതിന്റെ വാല്യൂ എന്താണ്? 1 ഇൻറ്റു ഇ സ്ക്വയർ, ഇ സ്ക്വയർ. 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ പ്രതീക്ഷിക്കാം, അത്രമാത്രം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ്. എക്സിന് 0 കൊടുക്കുക, എന്ത് സംഭവിക്കും? ഇ റൈസ് ടു 0 1 മൈനസ് 1 0, അടുത്ത എക്സിന് 0 കൊടുത്താൽ സൈൻ 0 0, ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്ററും 0 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. എന്ത് സിംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്? ശ്രദ്ധിക്കുക, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഫസ്റ്റും ലാസ്റ്റും അടുത്തടുത്ത് എഴുതുന്നു. ഇ റൈസ് ടു എക്സ് മൈനസ് 1. നിങ്ങൾക്കറിയാം, അഗൈൻ എ പ്ലസ് ബി ബൈ സി ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? എ ബൈ സി പ്ലസ് ബി ബൈ സി, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എന്തെഴുതി? എക്സ് മൈനസ് അടുത്തെന്തുണ്ട്? സൈൻ എക്സ് ബൈ എക്സ്. ഈ എഴുതിയത് പിടി കിട്ടിയായിരുന്നോ? ഇ റൈസ് ടു എക്സ്, ഈ മൈനസ് അടുത്തെടുത്തു. അപ്പോൾ എന്താണ്? ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ ഡിനോമിനേറ്റർ എക്സ്. നെക്സ്റ്റ് സെന്ററിലെ സൈൻ ഈ മൈനസ് എഴുതി, സൈൻ എക്സ് ബൈ എക്സ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ആ റിസൾട്ട് യൂസ് ചെയ്ത്. നെക്സ്റ്റ് നമുക്കറിയാം, സെന്ററിൽ പ്ലസ് ഓ മൈനസ് ആണെങ്കിൽ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ലിമിറ്റ് ഇവിടെ കൊടുക്കാം. ഇവിടെ അപ്ലൈ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്, ദാറ്റ് ഈസ് 1 മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു എന്തായിരുന്നു? സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ എക്സ്റ്റെൻഡിങ് ടു 0 ആകുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ 1. സോ 1 മൈനസ് 1 എന്ത് കിട്ടി? 0. ശരിയല്ലേ? സിമിലർലി അനദർ പ്രോബ്ലം, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ്. വീണ്ടും ആസ് യൂഷ്വൽ എക്സിന് 0 കൊടുക്കുക, സൈൻ 0 0, ഇ റൈസ് ടു 0 1 മൈനസ് 1 0, 0/0 ഫോം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് വന്നാൽ ആൻസർ 1. ഇവിടെ ഇ റൈസ് ടു സൈൻ എക്സ്, അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരണം? ഒരു സൈൻ എക്സ് വരണം. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ന്യൂമറേറ്റർ അതുപോലെ എഴുതുന്നു, ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സും എഴുതി. ഞാൻ അടുത്ത് ചെയ്യുന്നത് ഒരു സൈൻ എക്സ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. എന്താണ്? സൈൻ എക്സ് മൾട്ടിപ്ലൈ ചെയ്തു, എക്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻറ്റു സൈൻ എക്സ്. ഞാൻ എന്താ ചെയ്ത പരിപാടി? വേറെ ഒന്നുമല്ല, ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ് എഴുതി, ഒരു സൈൻ എക്സ് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു, ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ ഈ സൈൻ എക്സ് മാത്രം എഴുതി, ഇൻറ്റു ജസ്റ്റ് സൈൻ എക്സ് ബൈ എക്സ് എന്ന് മാറ്റി എഴുതി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ഇരിക്കുന്ന സംഗതി തന്നെയാണ് ഈ സംഗതി, അല്ലേ? ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്തൊക്കെ എഴുതിയെന്ന് മാത്രം. ഇനി നിങ്ങൾക്കറിയാം വിച്ച് ഈസ് ഈക്വൽ ടു, ഇവന്റെ ആൻസർ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് വന്നാൽ ആൻസർ 1. ഈ ലിമിറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തേനും കൊടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, ദാറ്റ് ഈസ് ആൾസോ 1. 1 ഇൻറ്റു 1 എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇത്രയും പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിൽ തന്നെ ചെയ്യാം. ഇവിടെ സൈൻ എക്സ്, അപ്പോൾ ഇവിടെ താഴെ എന്ത് വരണം? ഒരു സൈൻ എക്സ്, മേളിൽ സൈൻ എക്സ്, സൈൻ എക്സ് ബൈ എക്സ് 1, ഇത് 1 ഒറ്റ അടിക്ക് എഴുതാൻ സാധിക്കണം. Question, find limit extending to 0 log 1 plus 2x by x. നിങ്ങൾക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് വന്നാൽ ആൻസർ 1. ഇവിടെ 1 പ്ലസ് 2x, അപ്പൊ താഴെ എന്ത് വരണം? 2x. വെരി സിമ്പിൾ, ഒറ്റയടിക്ക് തന്നെ എഴുതാം. ഇവിടെ ഒരു 2 കൊടുക്കുക, ഇവിടെ ഒരു 2 കൊടുക്കുക, കഴിഞ്ഞില്ലേ? ഇവന്റെ ആൻസർ എന്താണ്? 1. 1 into 2 എന്താണ്? 2 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെ കാണാം? ഓക്കെ, ലെറ്റ് y ഈക്വൽ ടു f of x be a real valued function, then the derivative of f of x at any point x is denoted by f dash x or d by dx of f of x or y1 or y dash. ഒരുപാട് നൊട്ടേഷൻസ് ഉണ്ട്, ചിലത് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. എന്താണ്?
let y equal to f of x be a real valued function, then the derivative of f of x at any point x is denoted by f dash x or d by dx of f of x. ഇതിനെ വീണ്ടും വേറൊരു ഭാഷയിൽ എഴുതാം. എന്താ എഴുതാം? dy by dx അല്ലേ? f of x എന്ന് പറഞ്ഞാൽ y അല്ലേ? dy by dx ഓ y1 y dash ഇതൊക്കെ ഡെറിവേറ്റീവിന്റെ നൊട്ടേഷൻ ആണ്. ഇനി and is defined as f dash x കാണുന്ന ഫോർമുല very important. Limit h tending to 0 f of x plus h minus f of x by h. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ h ആരാണെന്ന്. വേർ h is a small positive quantity. ആക്ച്വലി എന്താണ് dy by dx എന്ന് പറഞ്ഞാൽ y-ൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് dy by dx. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കാണുന്ന ഫോർമുലയാണ് ഞാൻ പറഞ്ഞ എന്താണ്? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ദിസ് ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. എന്താണ് ഡെഫിനിഷൻ ഓഫ് ദിസ് ഡെറിവേറ്റീവ് ഈസ് കോൾഡ് എന്താണ്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. എക്സാമിനേഷന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് തുടങ്ങിയ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിർബന്ധമായും പഠിക്കുക, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. The method of finding derivative of a function is called differentiation. എന്താണ്? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസിയേഷൻ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പോർഷൻ ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ നിങ്ങളെ വിടാതെ പിന്തുടരും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നീട് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ എന്താണ്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കാണുക. വി ഹാവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? എക്സ് പ്ലസ് എച്ചിന്റെ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ്, ദറ്റ് ഈസ് അഗൈൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ ബൈ എന്താണ്? എച്ച്. ആസ് യൂഷ്വൽ ലിമിറ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0, എച്ചിന് 0 കൊടുക്കുക. ഇവിടെ 0 കൊടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്ററും 0 by 0. So we have to simplify the given function which is equal to limit h tending to 0 a plus b the whole square പറഞ്ഞോ x square plus 2ab 2xh plus b square h square മൈനസ് ലാസ്റ്റ് ടേം അതുപോലെ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. സിംപ്ലിഫൈ ചെയ്യുക മാക്സിമം. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ന്യൂമറേറ്ററിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? ഒരു എച്ച് കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എന്തുണ്ട്? ഇവിടെ എച്ച് പോയി കഴിഞ്ഞാൽ 2x പ്ലസ് എച്ച് സ്ക്വയർ എന്ന് ഒരു എച്ച് പോയാൽ ബാക്കി എച്ച് ബൈ എന്താണ്? എച്ച്. എച്ചും ക്യാൻസൽ ചെയ്ത് പോയി ഈക്വൽ ടു നൗ എച്ച് ടെൻഡിങ് ടു 0 മീൻസ് എച്ചിന് 0 കൊടുക്കുക. ഇത് 0 ആയിപ്പോയി. പിന്നെ എന്ത് കിട്ടി? 2x. So derivative of x square is എന്താണ്? 2x. Question, very important question, higher secondary question. Find derivative of f of x equal to 1 by x using first principle. Again first principle ഉപയോഗിച്ച് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഫോർമുല എഴുതി which is equal to എന്ത് കിട്ടും? ലിമിറ്റ് h tending to 0 f of x 1 by x. അപ്പോൾ f of x plus h എന്ത് വരും? 1 by x plus h അല്ലേ? ഈ എക്സ് ഇരിക്കുന്ന പ്ലേസിൽ ഈ എക്സ് പ്ലസ് എച്ച് കൊടുക്കുക, അത്രമാത്രം. മൈനസ് എഫ് ഓഫ് എക്സ് ദറ്റ് ഈസ് അഗൈൻ 1 by x ഡിവൈഡഡ് ബൈ എന്താണ്? എച്ച്. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ 0/0 ഫോം ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ഈ എക്സ് മേളിൽ വന്നു മൈനസ് ഈ അങ്ങോട്ട് പോയി 1 into x plus h x plus h ബ്രാക്കറ്റ് കൊടുത്തെഴുതുക. x into 1 x മൈനസ് 1 into x plus h ബൈ ഇത് ഇൻറ്റു ഇത് x into x plus h ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എവിടെ തന്നെയാണ്? ഡിനോമിനേറ്ററിൽ തന്നെയാണ്. ഡിവൈഡഡ് ബൈ എച്ച് ഡിനോമിനേറ്ററില്ലേ? അതവിടെ എഴുതി കഴിഞ്ഞു. പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ചെയ്ത് പോയി വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ന്യൂമറേറ്ററിൽ എന്തുണ്ട്? മൈനസ് എച്ച് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എച്ച്.
എച്ചും എച്ചും ക്യാൻസൽ ചെയ്ത് പോയി. വിച്ച് ഈസ് ഈക്വൽ ടു മാക്സിമം സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എച്ച് ടെൻഡിങ് ടു 0 മീൻസ് എച്ചിന് 0 കൊടുക്കുക. ഇത് 0 ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? മേളിൽ മൈനസ് മീൻസ് -1 ബൈ ഇത് 0 ആയപ്പോൾ എക്സ്, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണം. ഡെറിവേറ്റീവ് ഓഫ് 1/x എന്താണ്? -1/x². Secondary question. Find derivative of f of x equal to 1/x² using first principle. അത് മറക്കരുത്. അങ്ങനെ ചോദിച്ചാലേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ അഗൈൻ f dash x equal to ഫോർമുല എഴുതി. ലിമിറ്റ് h ടെൻഡിങ് ടു 0 f of x plus h മൈനസ് f of x by h. കഴിഞ്ഞ പ്രോബ്ലം പോലെ f of x 1/x². അപ്പോൾ f of x plus h എന്ത് വരും? 1 ഈ എക്സിന്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, x plus h the whole square മൈനസ് f of x എന്താണ്? 1/x² by h. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ x² മൈനസ് ഇത് അങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? x പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇത് ഇൻറ്റു ഇത് x പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എന്താണ്? ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ തന്നെയാണ് എച്ച്. ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അഗൈൻ എക്സ് സ്ക്വയർ പ്ലസ് 2ab 2xh പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ളത് അതുപോലെ എഴുതുക. എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എച്ച്. എന്ത് സംഭവിക്കും? പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0. ഇവിടെ എന്തുണ്ട്? 2xh പ്ലസ് എച്ച് സ്ക്വയർ. ഇവിടെ എച്ച്, ഇവിടെ എച്ച്, എച്ച് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. മൈനസ് എച്ച് എന്താണ്? ഈ മൈനസ് ഉണ്ട്. രണ്ട് ടേമിൽ നിന്ന് എച്ച് പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ താഴെയുള്ളത് അതുപോലെ എഴുതുക. എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എച്ച്. ഈ എച്ചും ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എച്ചിന് 0 കൊടുത്താൽ മേളിൽ എന്ത് കിട്ടും? ഇത് 0 മൈനസ് 2x ഡിവൈഡഡ് ബൈ താഴെ എച്ചിന് 0 കൊടുത്താൽ എക്സ് പ്ലസ് 0 എക്സ് അതിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 4 ഈക്വൽ ടു മേളിലും താഴെ ഒരു എക്സ് ക്യാൻസൽ ചെയ്താൽ -2/x³ എന്ന് കിട്ടും. ശരിയല്ലേ? സിംപ്ലിഫിക്കേഷൻ എഴുതി പഠിക്കുക. അനദർ ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x equal to √x using first principle. Again ഫോർമുല എഴുതി. f dash x equal to limit h tending to 0 f of x plus h minus f of x by h. Here f of x √x. അപ്പോൾ f of x plus h എന്ത് വരും? root of x plus h minus f of x ന്റെ പ്ലേസിൽ √x by എന്താണ്? h. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എച്ചിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 0/0 എന്ന ഫോം കിട്ടും. സോ വി ഹാവ് ടു സിംപ്ലിഫൈ. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ശ്രദ്ധിക്കുക. റാഷണലൈസേഷൻ എന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. അതായത് ഈ മേളിലിരിക്കുന്നില്ലേ അതിന്റെ സെന്ററിൽ മൈനസ് ആണെങ്കിൽ പ്ലസ് വരുന്ന ടൈം മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ പ്ലസ് ആണ് ഇരുന്നെങ്കിൽ മൈനസ് വരുന്ന ടൈം മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് റാഷണലൈസേഷൻ എന്ന് പറയും. സോ എന്താണ്? റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് √x മേളിൽ കൊടുത്തു. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി അതേ സാധനം താഴെ ഡിവൈഡ് ചെയ്യുക. √x പ്ലസ് എച്ച് പ്ലസ് √x. പിടികിട്ടിയായിരുന്നോ? ആദ്യം ഫോർമുല ഉപയോഗിച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി മിഡിലെ ടേം അല്ലേ ഈ സൈൻ മൈനസ് എന്നുള്ളത് പ്ലസ് ആക്കി മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. കഴിഞ്ഞു. which is equal to limit h tending to 0. ന്യൂമറേറ്റർ നോക്കുക. a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി. a minus b into a plus b that is s square minus b square. s square ഇവന്റെ സ്ക്വയർ that is x plus h minus b square √x ന്റെ സ്ക്വയർ that is x. വെരി സിമ്പിൾ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ h ഇൻറ്റു ദിസ് ടേം എന്താണ്? √x പ്ലസ് എച്ച് പ്ലസ് √x. മേളിൽ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0. മേളിന് എന്ത് മാത്രമേ ഉള്ളൂ? h ഡിവൈഡഡ് ബൈ h ഇൻറ്റു താഴെയുള്ളത് അതുപോലെ എഴുതുക. √x പ്ലസ് എച്ച് പ്ലസ് √x. എച്ചും ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു എന്തിന് വാല്യൂ കൊടുക്കുക? എച്ചിന് 0 കൊടുക്കുക. എച്ചിന് 0 ആകുമ്പോൾ √xും ആഡ് ചെയ്താൽ 2√x. മേളിൽ എന്തുണ്ട്? 1. ശരിയല്ലേ? മേളിൽ എച്ച് വെച്ചും ക്യാൻസൽ 1 ബൈ താഴെ h 0 കൊടുത്താൽ √x പ്ലസ് √xും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2√x. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. കാണാതെ പഠിക്കുക. ഡെറിവേറ്റീവ് ഓഫ് √x ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2√x. Find derivative of f of x equal to sin x using first principle. Very very important question. Most repeated question in the history of higher secondary exam.
ഏറ്റവും അധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ എക്സാമിനേഷന് പോകരുത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, തുടങ്ങാം. സോ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഫോർമുല എഴുതി. വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് സൈൻ എക്സ്. സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് സൈൻ എക്സ് എങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? എക്സ് ഇരിക്കുന്ന പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് കൊടുക്കുക, സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ബൈ എച്ച് ഈക്വൽ ടു ആര് വന്നു? ട്രിഗണോമെട്രിക് ഫോർമുല. ട്രിഗണോമെട്രി വന്നാൽ ട്രിഗണോമെട്രിക് ഫോർമുല വന്നിരിക്കും, യാതൊരു സംശയമില്ല. നിങ്ങൾക്കറിയാം സൈൻ എ മൈനസ് സൈൻ ബി, ഇത് എ എന്ന് വിചാരിക്കുക, എക്സ് ബി എന്ന് വിചാരിക്കുക. സൈൻ എ മൈനസ് സൈൻ ബി ഫോർമുല എസ് പ്ലസ് എസ് 2SC. ട്രിഗണോമെട്രിക് ഫോർമുല അറിഞ്ഞേ പറ്റൂ. എസ് പ്ലസ് എസ് 2SC, എസ് മൈനസ് എസ് എന്താണ്? 2CS. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ ഈ ഷോർട്ട് കട്ട് ഫോർമുല പഠിപ്പിച്ചു, ഓർമ്മയുണ്ടോ? സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 കോസ് ആദ്യത്തെ ആംഗിൾ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു രണ്ടാമത്തത് സൈൻ എ മൈനസ് ബി ബൈ 2. ശരിയല്ലേ? അപ്പോൾ ഫോർമുല അറിയണം. എന്താണ്? സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 കോസ് ആദ്യത്തെ ആംഗിൾ എന്താണ്? എ പ്ലസ് ബി ബൈ 2. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, ഇത് പ്ലസ് ഇത്, എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2. ശരിയല്ലേ? ഇൻറ്റു എസ് സൈൻ എ മൈനസ് ബി ബൈ 2. ആംഗിൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, ആദ്യത്തെ ആംഗിൾ എക്സ് പ്ലസ് എച്ച് മൈനസ് രണ്ടാമത്തത് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എന്താണ്? എച്ച്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറഞ്ഞോ. സൈൻ എ ഇത് എ എന്നെടുത്തു, മൈനസ് സൈൻ ബി എസ് മൈനസ് എസ് എന്താണ് ഫോർമുല? സൈൻ എ മൈനസ് സൈൻ ബി 2 കോസ് ആദ്യത്തെ ആംഗിൾ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക, കഴിഞ്ഞു. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 2 കോസ് എന്ത് കിട്ടും? എക്സും എക്സും ആഡ് ചെയ്താൽ 2x പ്ലസ് എച്ച് ബൈ എന്താണ്? 2 ഇൻറ്റു അവിടെ എന്ത് കിട്ടും? സൈൻ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ എച്ച് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? എച്ച്. അത് ഞാൻ അങ്ങോട്ട് ഒതുക്കി എഴുതി. ഇനി മേളിൽ ഈ 2 ഇല്ലേ, ഈ 2വിനെ ഞാൻ ബൈ 2 എന്നെഴുതുന്നു. അപ്പൊ ആക്ച്വലി ഈ 2 എവിടെ പോകുന്നതിന് തുല്യമാണ്? ഇവിടെ ഇരിക്കുന്നതിന് തുല്യമല്ലേ? കഴിഞ്ഞു. ഈക്വൽ ടു ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താണ്? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് 1. Again limit h tending to 0 sin h by h1. Limit h tending to 0 sin h by 2 by h by 2 എന്നാൽ ഇതിന്റെ ആൻസർ എന്താണ്? 1. ബാക്കി എന്തുണ്ട്? ലിമിറ്റ് h tending to 0 cos ഇത് മാത്രമേ ഉള്ളൂ 2x plus h by 2. ഇനി h ന് 0 കൊടുക്കുക, അപ്പൊ ഇത് 0 2x by 2 2 പോയാൽ x which is equal to cos x. ഫോർമുല അറിയണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈസ് എന്താണ്? കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ്. മനസ്സിലാക്കി പഠിക്കുക, എഴുതി പഠിക്കുക. ഫോർമുല എഴുതുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ വരുമ്പോൾ അതാണ് മെയിൻ സ്റ്റെപ്പ്. എന്താണ്? എസ് മൈനസ് എസ് ഈക്വൽ ടു 2CS എന്ന ഫോർമുല അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. ക്വസ്റ്റ്യൻ, അനദർ റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. സൈൻ എക്സ് കോസ് എക്സ് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഡെറിവേറ്റീവ് കാണാൻ എക്സാമിനേഷൻ ചോദിക്കും. ഓക്കെ, സോ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അഗൈൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് ഫോർമുല എഴുതി. അഗൈൻ എന്താണ്? എഫ് ഓഫ് എക്സ് കോസ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ കോസ് എക്സ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. എന്ത് ഫോർമുല? ട്രിഗണോമെട്രിക് ഫോർമുല. കോസ് എ മൈനസ് കോസ് ബി. ഇത് എ ഇത് ബി. കോസ് എ മൈനസ് കോസ് ബി. സി മൈനസ് സി അറിയണം. സി മൈനസ് സി മൈനസ് 2SS മൈനസ് 2S മീൻസ് സൈൻ. ആദ്യം എ പ്ലസ് ബി ബൈ 2 ആംഗിൾ ഇത് പ്ലസ് ഇത് എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു മൈനസ് 2SS വീണ്ടും സൈൻ. നെക്സ്റ്റ് എന്താണ്? എ മൈനസ് ബി ബൈ 2 ഈ ആംഗിൾ മൈനസ് ഈ ആംഗിൾ ബൈ 2. വളരെ സിമ്പിൾ ആണ് ഈ ഫോർമുല അറിയാമെങ്കിൽ. സോ എന്താണ്? സി മൈനസ് സി ഈക്വൽ ടു മൈനസ് 2SS ആദ്യത്തെ ആംഗിൾ എ പ്ലസ് ബി ബൈ 2 രണ്ടാമത്തെ ആംഗിൾ എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ എന്താണ്? എച്ച് എഴുതി കഴിഞ്ഞു. ഇത് നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മൈനസ് സൈൻ 2 എഴുതുന്നില്ല, കാര്യമുണ്ട്. എക്സ് പ്ലസും എക്സും കൂടെ ആഡ് ചെയ്ത 2x പ്ലസ് എന്താണ്? എച്ച്. എക്സും എക്സും 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ എച്ച് ബൈ 2
ഹോൾ ഡിവൈഡഡ് ബൈ ഈ എച്ച് ഉണ്ട്, അത് ഇവിടെ എഴുതിയാലും ഒരേ എഫക്റ്റ് അല്ലേ, എച്ച് എഴുതി. അടുത്ത് ഈ മേലിരിക്കുന്ന 2-നെ ബൈ 2 എന്ന് എഴുതി. ആക്ച്വലി ഇവിടെ ഇരിക്കുന്ന 2 ആണ് ഞാൻ അങ്ങനെ എഴുതിയത്. എന്തിന്? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 സൈൻ h/2 ബൈ h/2ന്റെ വാല്യൂ 1. അത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് മാത്രം എഴുത്. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മൈനസ് സൈൻ 2x പ്ലസ് h/2. എച്ചിന് എന്ത് കൊടുക്കുക? 0. അപ്പോൾ ഇത് 0 ആയി. 2x/2 2 പോയാൽ x എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് സൈൻ എക്സ്. നേരത്തെ ഡെറിവേറ്റീവ് സൈൻ എക്സ് എന്തായിരുന്നു? പ്ലസ് കോസ് എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഫോർമുല അറിയണം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സൈൻ എക്സും കോസ് എക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും പഠിക്കുക. ഓക്കെ, സോ അഗൈൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സ് ടാൻ എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ ടാൻ എക്സ് ബൈ എച്ച്. ഇനി ടാൻ എ മൈനസ് ടാൻ ബി, അങ്ങനെ ഒരു ഫോർമുല നമുക്ക് അറിയത്തില്ല. നമുക്ക് സൈൻ എ മൈനസ് സൈൻ ബി, കോസ് എ മൈനസ് കോസ് ബി ഇതൊക്കെ അറിയത്തുള്ളൂ. സോ ഈ ടാനിനെ സൈനിന്റെയും കോസിന്റെയും ഭാഷയിലോട്ട് കൺവെർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ്. സോ ടാൻ എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഇ എച്ച് എഴുതി. ഇനി സാധാരണ സിംപ്ലിഫിക്കേഷൻ, ഇത് ഇങ്ങോട്ട് കോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. എന്താണ് ഇത്? ഇൻറ്റു ഇത് സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എന്താണ്? ഈ സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് ബൈ എച്ച്. അതവിടെ തന്നെയാണ്, ഡിനോമിനേറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എച്ച് അവിടെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്തു? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദീസ് ഓൾ തിങ്സ്, ഓൾ ഡാറ്റാസ്. നെക്സ്റ്റ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഇത് കാണുമ്പോൾ വീണ്ടും ട്രിഗണോമെട്രിക് ഫോർമുല. ഇത് എ എന്ന് വിചാരിക്കുക, എക്സ് ബി എന്ന് വിചാരിക്കുക. ഇനി ഒന്ന് പറഞ്ഞു നോക്ക്. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. എന്തെങ്കിലും ഓർമ്മ വന്നോ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, ദാറ്റ് ഈസ് സൈൻ എ മൈനസ് ബി എന്നൊരു ഫോർമുലയുണ്ട്. സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സോ ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ എ മൈനസ് ബി, എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എച്ച് മൈനസ് ബി, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ കോസ് എക്സ് പ്ലസ് എച്ച് into cos x into h is equal to limit h tending to 0 plus x minus x cancel ചെയ്തു പോയി. ബാക്കി എന്തുണ്ട്? sin h divided by അല്ലേ, sin h by ഈ താഴെ ഇരിക്കുന്ന h ഞാൻ ഇവിടെ എഴുതി ഇൻറ്റു ബാക്കി ഇനി എന്തൊക്കെയുണ്ട്? ഈ h എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് cos x ഇൻറ്റു cos x plus h. ഇതിന്റെ വാല്യൂ എന്താണ്? ലിമിറ്റ് h tending to 0 sin h by h 1. പിന്നെ എച്ചിന് 0 എടുക്കുമ്പോൾ ഇത് 0 ആയി പോയാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ത് കിട്ടും? കോസ് സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ എക്സ്. എന്താണ്? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് ഇതിന്റെ വാല്യൂ 1. അടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് 0 ആയി പോയാൽ പിന്നെ ഇവിടെ കോസ് എക്സ് മാത്രം, കോസ് എക്സും കോസ് എക്സും കോസ് സ്ക്വയർ എക്സ് 1 ബൈ കോസ് സ്ക്വയർ എക്സ് അതാണ് കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 6 സ്ക്വയർ എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈസ് എന്താണ്? 6 സ്ക്വയർ എക്സ്. നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ട ഒരു ഫോർമുല. സോ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു 6 സ്ക്വയർ എക്സ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, യാതൊരു മാറ്റവുമില്ല. പ്രത്യേകിച്ച് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് 1 ബൈ എക്സ്. ഈ മൂന്നെണ്ണത്തിൽ ഒന്ന് ഉറപ്പായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ബാക്കി പഠിച്ചത് പഠിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. എക്സാമിനേഷൻ 3 മാർക്സ് മിനിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണിത്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പഠിക്കുക, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിഫറൻസിയേഷൻ, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം എന്ന പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.